സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്രീപ്പാണ്. ഫാറ്റിഗ് പഠിച്ചു, അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, ഫാറ്റിഗ് ടെസ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, അതേപോലെ തന്നെ ഫ്രാക്ചർ പഠിച്ചു, ഫ്രാക്ചറിന് പ്രോപ്പർട്ടീസ് പഠിച്ചു, മെക്കാനിസം പഠിച്ചു, എങ്ങനെയാണ് ഉണ്ടാകുന്നത് സ്റ്റെപ്പ് പഠിച്ചു, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ മാസം പഠിച്ചു. നമ്മൾ ക്രീപ്പ് തുടങ്ങി, റൈറ്റ്? ക്രീപ്പിലാണ് നമ്മൾ ഇട്ടിരുന്നത്. സോ ക്രീപ്പ് ഞാൻ പറഞ്ഞത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞത് പറഞ്ഞമാതിരിക്കാണ് പോയിന്റ്, ടൈം ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്ഫോർമേഷൻ. ടൈം ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് ക്രീപ്പ് എന്ന് പറഞ്ഞാൽ. ദ മെയിൻ ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ക്രീപ്പ് ഈസ് സ്ട്രെസ്, ടെമ്പറേച്ചർ ആൻഡ് ടൈം. സോ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് കൂടിക്കൂടി വരുമ്പോൾ ഇതൊന്ന് പൊട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിനെ കണക്കായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, സ്ട്രെയിൻ ചെയ്ത് പൊട്ടും. അപ്പോൾ ഈ ടൈം ഡിപ്പെൻഡ് ചെയ്ത് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ക്രീപ്പ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫ്രാക്ചറിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുന്നത്, അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ആണ് ക്രീപ്പ് എന്ന് പറഞ്ഞാൽ. ടൈം ഡിപ്പെൻഡൻറ്റ് deformation or transformation of fracture is known as creep. Then factors influencing or causing the creep are stress, temperature and time. These are the main factors influencing the creep. So yesterday we started the creep curve. Creep curve എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സോ ക്രീപ്പ് curve ഉണ്ടാകുന്നത് നമ്മൾ ഫാറ്റിഗ് ചെയ്യുന്ന പോലെ ഫാറ്റിഗ് ടെസ്റ്റ് ചെയ്തിട്ട് SN curve പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. After studying the properties of fatigue, we have plotted SN curve, that is stress number of cycles curve, to find the properties of fatigue. So here also creep test നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രീപ്പ് ടെസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അത് ക്രീപ്പ് curve പോയി. So creep curve shows a relation between creep strain versus time at a particular temperature. We are keeping a particular temperature, at a particular level, that is constant level. Then we are applying strain, and we have studied the properties of strain that happens when the stress is applied. And we are plotting a curve called creep curve to study the behavior related to this. Right? So creep curve is drawn after creep test and is the relationship between creep strain versus time at a particular temperature. So a specimen is subjected to constant stress while maintaining a temperature constant. The type of ഒരു പെർട്ടിക്കുലർ സ്ട്രെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്ര ന്യൂട്ടൺ മീറ്റർ അതൊക്കെ സ്ട്രെസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ആ സമയത്ത് നടക്കുന്ന ചേഞ്ചസ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ അതിന്റെ നോർമൽ ആയിട്ടുള്ള ഗ്രൂവ് എന്ന് പറഞ്ഞത്. സോ ഇതിൽ 3 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫിഗർ ഉള്ളത്. Strain and time is shown in the x-axis and y-axis, and we can see the 3 sections or 3 sectors in the curve, that is transient, steady state and elastic plus plastic region. So elastic plus plastic region is the particular state of the situation where no strain happens when the stress is applied. നമ്മളെ ഈ curve ഇത് നമ്മളെ ഹൂക്സിലോ ഡിനോട്ട് ചെയ്യുന്ന നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ അകത്ത് അപ്പോൾ ഇലാസ്റ്റിക് പോയിന്റ് വരുന്ന ഫീച്ചേഴ്സ് ആണ് ഇലാസ്റ്റിക് പ്ലസ് പ്ലാസ്റ്റിക് റീജിയൻ എന്നുള്ള. Thereafter we can see steady state condition. Steady state condition is nothing but a constant level or at a steady increasing of the strain when the stress is applied. ഒരു പെർട്ടിക്കുലർ ലെവൽ കുത്തനെ അധികം സ്പീഡില്ലാതെയോ അധികം സ്ലോ ആവാതെയോ a uniform increasing or uniform transformation or uniform movement of strain that causes due to application of stress is denoted by steady state. ഒരു particular സ്റ്റേറ്റിൽ ഇങ്ങനെ പോവാണെന്ന് വിചാരിക്കും. Then transient state is the state where the strain happens very fast when the stress is applied at a particular amount. നമ്മൾ കൊടുക്കുന്ന സ്ട്രെയിന് കണക്കായിട്ട് പെട്ടെന്ന് സ്ട്രെയിൻ വരുന്ന, പെട്ടെന്ന് സ്ട്രെസ് കണക്കായിട്ട് പെട്ടെന്ന് സ്ട്രെയിൻ ഉണ്ടായി പെട്ടെന്ന് പൊട്ടാനൊക്കെ സാധ്യത ഉണ്ടാകുന്ന സ്ഥലം, ഹൈ റേറ്റിൽ നമുക്ക് ചേഞ്ച് വരുന്ന സ്ഥലമാണ് ട്രാൻസിയന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഈ 3 സെക്ഷൻസ് അതിനകത്തുള്ളത്, റൈറ്റ്? സോ ഡിഫോർമേഷൻ ഡ്യൂ ടു ട്രാൻസിയന്റ് ക്രീപ്പ്, ട്രാൻസിയന്റ് സെക്ഷൻ ഈസ് എ റാപ്പിഡ് അറ്റ് ഫസ്റ്റ്. ആദ്യം ഉണ്ടാകുന്ന ട്രാൻസിയന്റ് റീജിയൻ ആയിരിക്കും. നമ്മൾ വരക്കാൻ പോകുന്ന ക്രീപ്പ് കവർ ആദ്യം വരുന്നത് ട്രാൻസിയന്റ് റീജിയൻ ആയിരിക്കും. ഈ താഴെ സ്റ്റേജ് പഠിച്ചിരിക്കുന്നത്
ട്രാൻസിയൻ ഉണ്ട്, സ്റ്റഡി സ്റ്റേറ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട് എന്ന് കാണിക്കാൻ 3 സെക്ഷൻ കൊടുത്തത്. നമ്മൾ കേവ് പ്ലോട്ട് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഇത് പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ട്രാൻസിയൻ സ്റ്റേജ്. ട്രാൻസിയൻ സ്റ്റേജ് ഇസ് ദ creep at rapid fast, rapid increasing of strain due to applied stress. അതാണ് transient curve. Okay, but thereafter, after a huge increase in the strain, then the curve moves at a uniform line, but ഒരു പെർട്ടിക്കുലർ കുറയുന്നില്ല, സ്ട്രെയിൻ കുറയുന്നില്ല, പക്ഷെ അതൊരു യൂണിഫോം ആയിട്ടുള്ള ഇൻക്രീസ് ചെയ്യും. ആദ്യമുള്ള പോലെ ഹ്യൂജ് ഇൻക്രീസ് നടക്കുന്നില്ല, പിന്നെ ഒരു സ്റ്റഡി നോർമൽ ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇൻക്രീസ് ആണ് നടക്കുന്നത്. ദെൻ സ്റ്റഡി സ്റ്റേറ്റിൽ പറയുമ്പോൾ അത് ആ ഒരു പെർട്ടിക്കുലർ മൂവ്മെന്റിലേക്ക് എത്തുകയാണ്. സ്റ്റഡി സ്റ്റേറ്റിലേക്ക് വരുന്ന ഡീഫോർമേഷൻ, ട്രാൻസിൽ നിന്ന് സ്റ്റഡി സ്റ്റേറ്റ് മാറുമ്പോഴാണ് അതൊരു ആ സ്പീഡ് കുറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ ലെവലിലേക്ക് വരുന്നത്. ആ ഫിഗർ കണ്ടാൽ മനസ്സിലാവും, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. both the components like transient and steady state are temperature dependent ചെയ്യുന്ന പ്ലോട്ടാണ് ഇത് രണ്ട്. So this is the creep curve. ഇതൊന്ന് നോട്ട് ചെയ്യുക. This is the creep curve. This is the original creep curve of a metals. So here we can see primary creep, secondary creep and tertiary creep. Okay, creep strain എന്ന് പറഞ്ഞ creep strain is shown in the y-axis and time is shown in the x-axis. So we can see the curve is divided into 3 sections. The curve in shape note here, a primary, secondary, tertiary. Primary creep is the which is shown in the initial portion of the creep curve, and secondary portion is somewhat lengthy sector or lengthy sections where we can see secondary creep, and tertiary shape is comparatively small in comparing with the primary and secondary. Secondary creep is the longest region where the more time is required to complete the secondary stage. So ഇത് നമുക്ക് മനസ്സിലാവും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ട്രാൻസിയന്റ് സ്റ്റേജ്, സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് thereafter tertiary creep വരുന്ന സ്റ്റേജ്, ഫ്രാക്ചർ അല്ലെങ്കിൽ ക്രീപ്പ് സ്റ്റേജ് എന്ന് പറയുന്ന തേർഡ് സ്റ്റേജ്. സോ ഇതിൽ ആദ്യം പറഞ്ഞ ആ ഒരു സംഭവം ഇല്ല, അതിൽ സ്ട്രെയിൻ സംഭവിക്കുന്നില്ല, അല്ല സ്ട്രെയിൻ ഇനീഷ്യലാണ്, അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പ്ലാസ്റ്റിക് കൈനാസ്റ്റിക് റീജിയൻ എന്ന് പറഞ്ഞ റീജിയൻ ഉണ്ട്, ഒന്നുമില്ലാത്ത റീജിയനാണ് ഏറ്റവും താഴെയുള്ളത്. അത് കൺസിഡർ ചെയ്യുന്നില്ല, അത് കൺസിഡർ ചെയ്യാതെയാണ് നമ്മൾ തുടങ്ങുന്നത്. സോ അതാണ് ഈ താഴെയുള്ളത്, ആ റീജിയൻ നമുക്ക് അത്യാവശ്യമില്ല, ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പ്രൈമറി ക്രീപ്പ്, സെക്കൻഡറി ക്രീപ്പ്, ടെർഷ്യറി ക്രീപ്പ് നോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. Then primary stage, stage 1 is primary. So primary stage is the stage we explained as a transient stage, and we can see that the curve is increasingly, so it is increasing at a very fast rate. പെട്ടെന്ന് ഹൈറ്റ് കൂടി വരുന്ന സ്ഥലമാണ്, നേരെ തന്നെ പോകുന്ന സ്ഥലം, തുടക്കത്തിലുള്ള ഒരു പോയിന്റ് ആണ്. ബട്ട് യു ക്യാൻ സേ ക്രീപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ്. This stage is called ഈ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാൻ ഈ പെർട്ടിക്കുലർ സോഷ്യൽ നോക്കിയാൽ ഹൈ റേറ്റിലാണ് ഈ സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്യുന്നത്. സോ ദാറ്റ് സ്റ്റേജ് വി ക്യാൻ സേ ഇറ്റ് ഈസ് പ്രൈമറി സ്റ്റേജ്, ഈ ഫിഗർ കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ ടൈം, ഇറ്റ് ഈസ് ദ ടൈം ഡ്യൂറിംഗ് വിച്ച് ദ മോസ്റ്റ് ട്രാൻസിയന്റ് ക്രീപ്പ് occurs. Hence for an applied stress, strain is increase, the strain rate is increasingly the increase of the time taken for increasing the creep, the strain is very low. That means the strain rate is very much high at the transient stage. Okay, so അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അത് ഒന്ന് സ്ലോ ആയിട്ട് സ്മൂത്ത് ആയിട്ട് വരും അല്ലേ. പ്രൈമറി ക്രീപ്പ് ആ കഴിയുന്ന എൻഡ് നോക്കി കഴിഞ്ഞാൽ അതൊരു നോർമൽ സിറ്റുവേഷനിലേക്ക് എത്തുന്നുണ്ട്. സോ തുടക്കത്തിലുള്ള ഹൈ ഇൻക്രീസ് റേറ്റ് ഉണ്ട്. സോ അത് ട്രാൻസിയന്റ് സ്റ്റേജ്. ട്രാൻസിയന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ at a stage where the strain rate is very high for the applied stress. Then we can see secondary creep or secondary stage of creep, where we can see more length is taken to complete the second stage. Hence it is called a steady state creep process. A steady state creep is occurring in the secondary stage, where the
the transformation of transition occurs at a point where the strain rate lowers to a particular stage, a normal സ്റ്റേജിലേക്ക് നമ്മളെ കൊടുക്കുന്ന സ്ട്രെസ്സിന് കണക്കായിട്ടുള്ള സ്ട്രെയിൻ്റെ റേറ്റ് അതൊരു ആദ്യം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ലോ റേറ്റിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുന്നത്. സോ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് ഒരുപാട് സമയം എടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം ബേസ് ചെയ്തിട്ട് ആ ലെങ്ത്തിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്കൻഡറി സ്റ്റേജ്. സോ അത് സെക്കൻഡറി സ്റ്റേജ് എന്നോ അല്ലെങ്കിൽ വി ക്യാൻ സേ സ്റ്റഡി സ്റ്റേറ്റ് ക്രീപ്പ് എന്ന് പറയും. സോ അറ്റ് ദിസ് സ്റ്റേജ് ക്രീപ്പ് റേറ്റ് ഈസ് കോൺസ്റ്റന്റ്. Steady state creep. The stage of creep that is of longest duration is this steady state creep. Hence, we can see secondary stage. Okay. And the third stage is called tertiary creep. Tertiary creep is occurs after the secondary stage. നമ്മൾ ആദ്യം കൊടുക്കുന്ന സ്റ്റേജിന് ആദ്യം വലിയൊരു ഇൻക്രീസ് ഉണ്ടായി, പിന്നെ അത് നോർമലായിട്ട് ഒരു യൂണിഫോം ആയിട്ടുള്ള ഇൻക്രീസിലേക്ക് വന്ന് പിന്നെ അവസാനം അത് പൊട്ടാനാവുന്ന സ്ഥലത്ത് പെട്ടെന്ന് ക്രാക്ക് ഇൻക്രീസ് അല്ലെങ്കിൽ പെട്ടെന്ന് വിരിഞ്ഞിട്ട് പൊട്ടുന്ന രീതി ഉണ്ടാകും. നമ്മൾ ഇതൊക്കെ ക്രീപ്പും ഫെയിലറൊക്കെ പഠിക്കുന്ന മെറ്റീരിയൽ പൊട്ടുന്നതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആദ്യം കൊടുക്കുന്നതിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി, പിന്നെ അത് കുറേ ദൂരം ഇങ്ങനെ സമയം ഇങ്ങനെ യൂണിഫോം ആയിട്ടുള്ള മാറ്റം ഉണ്ടായി, പിന്നെ പെട്ടെന്ന് അങ്ങ് പൊട്ടുന്ന അവസ്ഥ. അതാണ് ക്രീപ്പിൻ്റെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം പ്രൈമറി എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന കണക്കായിട്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുക, റൈറ്റ്. Then thereafter it is in constant rate, steady സ്റ്റേറ്റിലേക്ക് എത്തുന്നു. Then thereafter after secondary stage it occurs at the tertiary stage, which occurs the ultimate failure occurs in the end of the tertiary stage. Ultimate fracture occurs in the rupture or failure as a result of necking and formation of internal voids within the material. ആദ്യം വെലിഞ്ഞ് നമ്മൾ ഡക്റ്റൈൽ സ്ട്രക്ചർ പഠിച്ചതുകൊണ്ട് ആ പെട്ടെന്ന് തന്നെ പൊട്ടുകയല്ല, ആദ്യം സാധനം വെലിഞ്ഞ് വന്നിട്ട് നമ്മുടെ മെറ്റീരിയൽ ഇലോങ്ങേഷൻ സംഭവിച്ച അവസാനം അത് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് സെക്കൻഡറി സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അതാണ് അത് ക്രാക്ക് ഫോം ചെയ്ത് അത് നെറ്റൊക്കെ ഫോം ചെയ്ത് പൊട്ടുന്ന അവസ്ഥ. അതാണ് ടേഴ്ഷ്യറി സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. സോ ഇതാണ് ക്രീപ്പ് റേറ്റ്. സോ എത്ര ടൈമിൽ ഇത് നടക്കുന്നു എന്ന് കൺസിഡർ ചെയ്യുന്നത്, എത്ര ടൈമിൽ എത്ര സ്ട്രെയിൻ റേറ്റ് എങ്ങനെയാണ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓഫ് ടൈം അല്ലേ. ഇത് ഒരു മെറ്റീരിയലിനെ പഠിക്കുമ്പോൾ ഇതിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനകത്തേക്ക് ഇത് ഇറക്കി വെച്ചിട്ടാണ് ടൈം ഡിപ്പെൻഡ് ചെയ്തിട്ട് സ്ട്രെയിനിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ ഈ ക്രീപ്പ് കർവ് പ്ലോട്ട് ചെയ്യുന്നത് ആഫ്റ്റർ ക്രീപ്പ് ടെസ്റ്റ്. സോ ക്രീപ്പ് ടെസ്റ്റ് നമ്മൾ പഠിക്കും. നേരത്തെ പഠിച്ച പോലെ തന്നെ ഒരു മെഷീൻസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്തു നമ്മൾ പഠിക്കാം. ടേഴ്ഷ്യറി ക്രീപ്പ്. So for a metal or a material, higher the melting temperature of that particular metal, better is its resistance to high temperature creep. സോ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എത്രയാണെന്ന് ബേസ് ചെയ്തിട്ടാണ് ഈ ടെമ്പറേച്ചർ, ഈ നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കണക്കായിട്ട് നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ക്രീപ്പ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു. സോ ആ ടെമ്പറേച്ചറിൽ ഇത് സ്ട്രെയിൻ കൂടി മെയിൻറ്റെയിൻ ചെയ്ത് അത് വിസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ, അതായത് ക്രീപ്പ് ഹൈ ടെമ്പറേച്ചർ ക്രീപ്പ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ വിസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റലാണെങ്കിൽ അത് ഒരുപാട് സമയം, അതായത് ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഈ സാധനം ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ഒരു എബിലിറ്റി ഈ മെറ്റൽ ഉണ്ടാവും. ഓക്കെ. സോ സ്റ്റെയിൻലെസ് സ്റ്റീൽസ്, റിഫ്രാക്റ്ററി മെറ്റൽസ് ആൻഡ് സൂപ്പർഅലോയ്സ് ആർ എസ്പെഷ്യലി resistant to creep and are commonly employed in high temperature heavy conditions. So this material which is having high melting temperature is that stainless steel, refractory metals, superalloys എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ. അത് സൂപ്പർഅലോയ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. The mechanism of creep. So mechanism of creep, mechanism of fracture, mechanism of fatigue പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ സെക്ഷൻസിൽ. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഹിയർ ഇറ്റ് ഈസ് മെക്കാനിസം ഓഫ് ക്രീപ്പ്. സോ മെക്കാനിസം ഓഫ് ക്രീപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. So mechanism of creep means the atomic, so consider microstructure properties of a metal. So in the first module or second module we have studied about the crystal structure behavior, the crystal structure properties,
ദ അറ്റോമിക് അറേഞ്ച്മെന്റ്സ്, ആറ്റംസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിസ്ലൊക്കേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ദ അറ്റോമിക് പ്രോസസ് റെസ്പോൺസിബിൾ ഓഫ് ക്രീപ്പ്, ദ മൈക്രോസ്ട്രക്ചർ പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റീരിയൽ ഓർ ദ എനി പ്രോസസ് ഹാപ്പനിങ് ഇൻസൈഡ് എ മെറ്റീരിയൽ, നമ്മളെ അകത്തുള്ള മൈക്രോസ്ട്രക്ചറിനകത്ത് നടക്കുന്ന പ്രോപ്പർട്ടികൾ, അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഫെയിലിയേഴ്സ്, ഡിസ്ലൊക്കേഷൻസ്, ആറ്റംസ് തമ്മിലുള്ള ബോണ്ടിങ് സ്ട്രെങ്ത്, ഇതൊക്കെ നമ്മൾ മെറ്റലിനകത്ത് വരുന്ന പ്രോപ്പർട്ടീസാണ് പഠിച്ചത്, റൈറ്റ്. സോ ആ പറയുന്ന അതിനകത്ത് നടക്കുന്ന മെറ്റലിന്റെ അകത്ത് നടക്കുന്ന അറ്റോമിക് പ്രോസസ്സിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഈ ക്രീപ്പ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ക്രീപ്പ് എന്നുള്ള ഒരു ബിഹേവിയർ നമ്മൾ ഈ അറ്റോമിക് മൂവ്മെന്റ് കൊണ്ട്, ഡിസ്ലൊക്കേഷൻസ് കൊണ്ട്, അല്ലെങ്കിൽ അറ്റോമിക് പ്രോസസ്സ് കൊണ്ട് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ കാര്യമാണ് മെക്കാനിസം ഓഫ് ക്രീപ്പ് എന്ന് പറയുന്നത്. ക്രീപ്പ് നടക്കുന്ന ഇന്റേണലായി നടക്കുന്ന മെക്കാനിസംസ്, ഒരു മെറ്റീരിയലിന്റെ അകത്ത് നടക്കുന്ന മൈക്രോസ്ട്രക്ചർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻസ് ഒക്കെ സംഭവിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. So you can divide that particular section into two, that is dislocation based mechanism and not based, that is dislocations ബേസ് ചെയ്തിട്ടുള്ളതും ഡിസ്ലൊക്കേഷൻസ് ബേസ് ചെയ്യാതെ നടക്കുന്നത്. നമുക്കറിയാം മെറ്റീരിയലിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതിനകത്ത് നടക്കുന്ന ഡിസ്ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ആണ്. സ്ലിപ്പ്, ട്വിന്നിങ് ഒക്കെ വരുന്ന മൂവ്മെന്റുകൾ, ആറ്റംസും ആറ്റം ഷെല്ലൊക്കെ മൂവ് ചെയ്തുണ്ടാകുന്ന ആ ഒരു ഇതാണ് ഡിസ്ലൊക്കേഷൻസ് പറയുന്നത്. സോ ഡിസ്ലൊക്കേഷൻസ് കൊണ്ടുണ്ടാകുന്ന ക്രീപ്പും അതല്ലാതെ ഉണ്ടാവുന്ന അതേഴ്സ്, അതർ ദാൻ ഡിസ്ലൊക്കേഷൻസ് എന്ന് രണ്ട് തരത്തിലും ക്ലാസിഫൈ ചെയ്യുന്നത്. സോ വി ക്യാൻ ക്ലാസിഫൈ ഡിസ്ലൊക്കേഷൻ ബേസ്ഡ് മെക്കാനിസം ഇൻടു ടു, ദാറ്റ് ഈസ് ഡിസ്ലൊക്കേഷൻ ക്രോസ് സ്ലിപ്പ് ആൻഡ് ഡിസ്ലൊക്കേഷൻ ക്ലൈംബ്. Dislocation cross slip and dislocation climb is the two types of mechanism happening due to dislocation procedures happening inside the material or due to microstructure properties which occur in dislocation. Dislocations ഒക്കെ ഉണ്ടാവുന്ന ക്രീപ്പിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, ഡിസ്ലൊക്കേഷൻ ക്രോസ് സ്ലിപ്പും ഡിസ്ലൊക്കേഷൻ ക്ലൈംബ്. Then diffusion of vacancies and grain boundary sliding are those which is not based on dislocations. Diffusion of vacancies, ഗ്രൈൻ ബൗണ്ടറി സ്ലൈഡിങ്, ആ പേര് തന്നെ നമുക്ക് ഇതിന്റെ ഒരു മീനിങ് കിട്ടുന്നുള്ളതാണ്. ഡിസ്ലൊക്കേഷൻ ക്രോസ് സ്ലിപ്പ്, ആ സ്ലിപ്പിലുണ്ടാകുന്ന പ്രശ്നമായിരിക്കും. ഡിസ്ലൊക്കേഷൻ ക്ലൈംബ്, അത് ഇത് കേൾക്കാത്തതായിരിക്കും. ഡിഫ്യൂഷൻ ഓഫ് വേക്കൻസീസ്, ഗ്രൈൻ ബൗണ്ടറി സ്ലൈഡിങ്. സോ വി ക്യാൻ ലുക്ക് ഫസ്റ്റ് വൺ ഈസ് ഡിസ്ലൊക്കേഷൻ ക്രോസ് സ്ലിപ്പ്. Dislocation cross slip is a dislocation, or this is a type of creep which is occurring due to screw locations. So when a screw location, screw dislocation, നമ്മൾ മുന്നേ പഠിച്ചിരുന്ന ഡിസ്ലൊക്കേഷൻസ് ഒക്കെ ഒന്ന് എടുത്ത് മറച്ചു നോക്കുക. ഡിസ്ലൊക്കേഷൻസ് ഡ്യൂ ടു സ്ക്രൂ ഡിസ്ലൊക്കേഷൻസ്, അത് സ്ലിപ്പ്, പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരുപാട് ഡിസ്ലൊക്കേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എഡ്ജ് ഡിസ്ലൊക്കേഷനും, ഡിസ്ലൊക്കേഷൻസ് ബേസ് ചെയ്തിരിക്കുന്നത് സ്ക്രൂ ഡിസ്ലൊക്കേഷനും എഡ്ജ് ഡിസ്ലൊക്കേഷനും ഒക്കെ ആയിരുന്നു അല്ലേ. ലൈൻ ഡിസ്ലൊക്കേഷൻ, ലൈൻ ഡിസ്ലൊക്കേഷനും എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്രൂ ഡിസ്ലൊക്കേഷനും ആയിരുന്നു മൂന്ന് ടൈപ്പ് ഓഫ് ഡിസ്ലൊക്കേഷൻ പഠിച്ചത്. അതിനകത്ത് വരുന്നതാണ് ഓരോ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇത് സ്ക്രൂ ഡിസ്ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ക്രോസ് സ്ലിപ്പ് എന്ന് പറയുന്നത്. പിന്നെ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ മൂവിങ് അലോങ് എ സ്ലിപ്പ് പ്ലെയിൻ എൻകൗണ്ടേഴ്സ് an obstacle. When a screw dislocation is moving along a plane and when any obstacle meets, പിന്നെ അത് മൂവ് ചെയ്യാൻ ഒരു വേ ഇല്ല അല്ലെ, ആ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യാൻ ഒരു ഒബ്സ്റ്റക്കിൾ വന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അത് വേറൊരു പ്ലെയിനിലേക്ക് മൂവ് ചെയ്ത് പോകുന്ന അങ്ങനെ ഉണ്ടാവുന്ന ക്രീപ്പ്, അങ്ങനെ ഉണ്ടാവുന്ന ക്രോസ് സ്ലിപ്പ്, അതുകൊണ്ടുണ്ടാവുന്ന ക്രീപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ലൊക്കേഷൻ ക്രോസ് സ്ലിപ്പ് എന്ന് പറയുന്നത്. When a screw dislocation move along a slip plane encounters any obstacle or an obstacle, it is blocked from further movement along the plane. It cannot move along the particular plane when any obstacles happens. So the dislocation can now shift to another intersecting slip plane. So dislocations when meets an obstacle will shift to another slip plane and continue to move along this plane. വേറൊരു പ്ലെയിനിലേക്ക് പോയിട്ട് ആ പ്ലെയിനിൽ നിന്ന് പിന്നെ താഴോട്ടേക്ക് പോകും. അതിനെയാണ് ക്രോസ് സ്ലിപ്പ് എന്ന് പറയുന്നത്. നേരെ പോകുന്ന സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ഒബ്സ്റ്റക്കിൾ ഉള്ളതുകൊണ്ട് പ്ലെയിൻ മാറി വേറെ പ്ലെയിനിലോട്ട് പോകുന്നതിനാണ് ഉണ്ടാകുന്നത്. സോ ഈ ചെറിയ ടെമ്പറേച്ചറിലും ഇത് സംഭവിക്കാം. ഇൻ ദ ലോ ടെമ്പറേച്ചർ ഓഫ് ഫ്രീ ക്രോസ് സ്ലിപ്സ് കണ്ടിന്യൂസ് വിത്ത് ദ എയ്ഡ് ഓഫ് തെർമൽ എനർജി ആൻഡ് കോസസ് ഫോർ ദ പ്ലാസ്റ്റിക് ഡിസ്റ്റൈൻ അറ്റ് ഫംഗ്ഷൻ ഓഫ് ടൈം. ഇത്ര ചെറിയ ടെമ്പറേച്ചറിൽ പോലും ഈ പറയുന്ന ക്രോസ് സ്ലിപ്പ് വേറൊരു ഇതിലേക്ക് പ്ലെയിനിലേക്ക് പോയിട്ട് ആ ഒരു പ്രശ്നങ്ങളോ കാര്യം ഉണ്ടാകും. ഇതിന് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിലും അത് ലോ ടെമ്പറേച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫിഗർ വരുന്നത് ഇതാണ്. ഇത് നോർമലായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സ്ലിപ്പ് പ്ലെയിനാണ്. ഈ നീല കളർ കാണിച്ചിരുന്ന സ്ലിപ്പ് പ്ലെയിനാണ്. അതിൽ ഇവിടെ ഒരു എയറോ മാർക്ക് കാണുന്നത് 1 to 2 എന്ന് പറയുന്നത്. 1 to 2ലേക്ക് ഒരു സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എയറോ മാർക്ക് വെച്ച് വരുന്നു. സോ എയറോ മാർക്ക് വഴി വരുന്ന ആ ഒരു ഡിസ്ലൊക്കേഷൻസ്
സോ അത് ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ക്രോസ് സ്ലിപ്പ് ഒരു ഒബ്സ്റ്റക്കിൾ സംഭവിച്ചു, പിന്നെ അത് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതൊരു റെഡ് മാർക്ക് കാണിച്ചിരിക്കുന്ന ഡിസ്ലൊക്കേഷൻ സംബന്ധിച്ചു അത് പിന്നെ ആ ക്രോസ് സ്ലിപ്പിന് മൂവ് ചെയ്യാൻ സമ്മതിക്കും. സോ ഇറ്റ് കനോട്ട് മൂവ് ആൻഡ് ഇറ്റ് meets an obstacle on the path where the school dislocation happens. So because it will flow, it will move to another closed slip, which is shown here, slip plane 2. When any obstacles happens, this school dislocation will move to another plane by changing its direction from one point to another. ഇവിടുന്ന് ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ വേറൊരു പ്ലെയിൻ ഇവിടെ ഉണ്ട്. സോ അത് ഒരു ഒബ്സ്റ്റക്കിൾ വന്നു കഴിഞ്ഞാൽ അത് വേറെ പ്ലെയിനിലേക്ക് മൂവ് ചെയ്ത് പോകുന്നത്. ഇവിടെ എറോ മാർക്ക് കാണിച്ചിരിക്കുന്നത് 1 to 2 and 2 to 3. The movement of this school dislocation happens from 1 to 2 and 2 to 3. So here any obstacles happens, it will move to one plane to another plane by considering by moving to another, ക്രോസ് ചെയ്ത് പോകും അല്ലെ ആ സ്ലിപ്പ്. അപ്പോൾ അതിനാ ഒരു അങ്ങനെ ഫോം ചെയ്ത് അങ്ങനെ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടായി, അതിനെ ബ്രേക്ക് ചെയ്ത് പോയി. അങ്ങനെ അവിടെ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു ഉണ്ടോ ഇവിടെ നിങ്ങൾ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് മൂവ് ചെയ്താണ്. അപ്പോൾ ഇവിടെ എത്തി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തു, അങ്ങനെ ഫോം ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ക്രീപ്പിനെയാണ് നമ്മളത് ക്രോസ് സ്ലിപ്പ് എന്ന് പറയുന്നത്. Okay, then dislocation climb, screw dislocation, cross slip and dislocation climb is there. So dislocation climb, cross slip നമ്മൾ screw dislocation സംഭവിക്കുകയാണെങ്കിൽ dislocation climb is happening in edge dislocation. So in edge dislocations, what is happening in edge dislocation is that if temperature is high enough for an appreciable diffusion rate of vacancies, they may diffuse to edge dislocation or away from them, making them climb up or down. A figure under question മനസ്സിലാവും. അതായത് ഹയർ ടെമ്പറേച്ചറിൽ നടക്കുന്ന ഒരു എഡ്ജ് ഡിസ്ലൊക്കേഷൻ, ഒരു എഡ്ജ് ഇല്ലാതിരിക്കുന്ന എഡ്ജ് ഡിസ്ലൊക്കേഷനകത്ത് ഹയർ ടെമ്പറേച്ചറിൽ ചെയ്യുന്ന സമയത്ത് ഡിഫ്യൂഷൻ റേറ്റ് ഓഫ് വാക്കൻസീസും കൂടും. ആ സമയത്ത് സംഭവിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ആറ്റംസ് വേറെ സ്ഥലത്തേക്ക്, അതായത് മൂവ് ചെയ്ത് അവിടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ആറ്റംസ് ക്ലൈംബ് ചെയ്ത് പോകുന്ന രീതിയാണ്. ക്ലൈംബ് ഉദ്ദേശിക്കുന്ന ആറ്റംസ് മൂവ് ചെയ്യുന്നതാണ്. താഴോട്ടേക്ക് വന്നാൽ അത് ഡൗൺ, ക്ലൈംബ് അപ്പ് ഓർ ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെയാണ് സ്പേസിന് താഴോട്ടേക്ക് വരും, മുകളിലേക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഇത് നോർമൽ ആയിട്ടുള്ള എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആണ്. അതിനകത്ത് സംഭവിക്കുന്ന ഈ ഒരു അപ്പോൾ ഇവിടെ സംഭവിച്ച ഇവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള വേക്കൻസിയിലേക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവുന്നില്ല. ഈ ഡിസ്ലൊക്കേഷൻസ് ഇവിടെയുള്ള ഒരു വേക്കൻസിയിലേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് ഈ ആറ്റം മൂവ് ചെയ്ത് പോകും. അപ്പോൾ എഡ്ജ് ലൊക്കേഷൻ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഉണ്ടാകുന്ന വേക്കൻസി, ആ എഡ്ജ് ലൊക്കേഷൻ കൊണ്ട് ഉണ്ടാകുന്ന വേക്കൻസിയിലേക്ക് ഇത് ക്രിയേറ്റ് ചെയ്ത് പോയി അവിടെ ഉണ്ടാകുന്ന ഫീച്ചർ ഇത് കണ്ടാൽ മനസ്സിലാവും. സോ വാക്കൻസി ഡിഫ്യൂസസ് ഡ്യൂ ടു എഡ്ജ് ലൊക്കേഷൻ കൊണ്ട് ഉണ്ടാകുന്ന വേക്കൻസി. അതിനകത്തേക്ക് ഈ ആറ്റം അങ്ങോട്ടേക്ക് കയറിക്കുന്നതാ ഇങ്ങനെ സംഭവിക്കും. ഈ ഫിഗർ വലതുഭാഗത്തേക്ക് ഇതിങ്ങനെ ട്രാൻസ്ഫർ ആവും. സോ അങ്ങനെ ഇവിടെയുള്ള ആറ്റം മുകളിലേക്കാണ് ക്ലൈംബ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഫ്ലോ ഡിസ്ലൊക്കേഷൻ ക്ലൈംബ്, എ പോസിറ്റീവ് ക്ലൈംബ്. ആൻഡ് ഹിയർ when a portion is here due to dislocations, vacancy created due to edge dislocation, if any atom is tendency of an atom to climb down to attain that portion and to create a vacancy or dislocations due to that climb, അതിനെയാണ് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. ഇവിടെ പൊട്ടിക്കുന്ന സ്ഥലത്തൊരു വേക്കൻസി, അത് താഴോട്ടേക്ക് ഇവിടത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. സോ likewise due to edge dislocation the vacancy diffusion is happening there and the atoms are moving up or down to that vacancies to creating a new dislocations there, and that movement അവിടെ വന്നില്ലേ, അവിടെ നിന്ന് തൊട്ടപ്പുറത്തുള്ള അവിടേക്ക് വരും. അങ്ങനെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് that it leads to that particular creep. ആ ഒരു അങ്ങനെ ഉണ്ടാകുന്ന ക്ലൈംബ് ഡിസ്ലൊക്കേഷൻസ് ക്ലൈംബ് കൊണ്ട് ഉണ്ടാകുന്ന ക്രീപ്പിംഗ് ആണ് ഡ്യൂ ടു എഡ്ജ് ഡിസ്ലൊക്കേഷൻ. വി ക്യാൻ കോൾ ഇറ്റ് ആസ് dislocation climb. So these two types of mechanisms are happening due to dislocations. ഒന്നാമത്തെ screw dislocation, second is edge dislocations, right? Dislocation climb and dislocation cross slip.
the next one is diffusion of vacancies. സോ ഡിഫ്യൂഷൻ ഓഫ് വാക്കൻസീസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കുണ്ടാവുന്ന അല്ലെങ്കിൽ കൂടുന്ന ടെമ്പറേച്ചർ കൊണ്ട് ഉണ്ടാവുന്ന സ്ഥലത്ത് ആ ഡിഫ്യൂഷൻ ക്രീപ്പാണ്. ഒരു സ്ഥലത്ത് നിന്ന് ഡിഫ്യൂഷൻ പർപ്പസ് പഠിച്ചിട്ടുണ്ട്. ആറ്റംസ് ഒരു പെർട്ടിക്കുലർ പൊസിഷന് വേറെ പൊസിഷനിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകുന്ന ആ ഒരു മെത്തേഡ് ഡിഫ്യൂഷൻ വാക്കൻസീസ് എന്ന് പറയുന്നത്. സോ ഡിസ്ലൊക്കേഷൻസ് കഴിഞ്ഞ് ഡിഫ്യൂഷൻ ആണ്. സോ വാക്കൻസീസ് ഓൾസോ മൂവ് ഇൻ റെസ്പോൺസ് ടു ദി അപ്ലൈഡ് സ്ട്രെസ് ഫ്രം സർഫസ് ട്രാൻസ്ഫോർഡ് സ്ട്രെസ് ആക്സിസ്. സോ vacancies can also move in response to the applied stress from the surface of specimen transfers to the stress axis to the surface that are parallel to stress axis. സോ സ്ട്രെസ് ആക്സിസ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് മെറ്റൽ. ഇവിടെ നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു മരക്കും പഠിച്ച പോലെ സ്ട്രെസ് ഇവിടെയും താഴെയുമാണ് സ്ട്രെസ് ഉള്ളത്. ഇതാണ് സ്ട്രെസ് ആക്സിസ് എന്ന് പറഞ്ഞാൽ. ഈ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ ഈ ക്യാൻ കോ ഇത് സ്ട്രെസ് ആണ്. സോ ഇവിടെ ഇതാണ് സ്ട്രെസ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഇതാണ് സ്ട്രെസ് ആക്സിസ്. അപ്പോൾ ഇതിന് ട്രാൻസ്വേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആറ്റംസ് ഇവിടെയുള്ള സൈഡിലൊക്കെ ഉണ്ടാകുന്ന ആറ്റംസ് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആറ്റംസ്, അതായത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ട്രാൻസ്വേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആറ്റംസ് ഈ സ്ട്രെസ്സിന്റെ ആക്ടിവിറ്റീസ് കൊണ്ട് ഇതിന് പാരലായിട്ട് പോയി നിൽക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെ മുകളിലേക്കാണ്, ആറ്റംസ് ഉള്ളത് ഈ റേഞ്ചിലാണ് ആറ്റംസ് ഉള്ളതെങ്കിൽ ഈ സ്ട്രെസ്സിന്റെ ആക്ടിവിറ്റീസ് കൊണ്ട് ഇത് ഈ പാരലായിട്ടുള്ള സ്ഥലത്തേക്ക് വന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോർഷൻ, അതായത് ഡിഫ്യൂഷൻ ഓഫ് വാക്കൻസീസ് ഡ്യൂ ടു ദി സ്ട്രെസ് ആക്ടിവിറ്റീസ്, അതിനെയാണ് മെക്കാനിസം ഡിഫ്യൂഷൻ ഓഫ് വാക്കൻസീസ് എന്ന് പറയുന്നത്. സോ സ്ട്രെസ് അസിഡ് ഡിഫ്യൂഷൻ എന്നും ഇതിന് പറയാം. ആൻഡ് ഈ ഒരു ഫിഗർ നോക്കുക. ഡിഫ്യൂഷൻ ക്രീപ്പിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ആക്സിസ് ഉള്ളത്. ഇതാണ് ആക്സിസ്, ഡിഫ്യൂഷൻ ആക്സിസ് ഓർ സോറി സ്ട്രെസ് ആക്സിസ് നോട്ട് ബൈ ഹിയർ ദിസ് റീജിയൻ, and atoms are positioned here where it is perpendicular to that stress axis. അല്ലേ, സ്ട്രെസ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്തുള്ളത്, ദിസ് അറേഞ്ച്മെന്റ്സ് ഓഫ് ആറ്റംസ്. And then if after that this due to the action of stress these atoms are coming to position. ഈ ട്രാൻസ്വേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആറ്റംസ് എവിടെ എത്തി, ഈ ട്രാൻസ്വേഴ്സ് റീജിയനിലേക്ക് എത്തി പൊസിഷൻ ചെയ്ത് നിൽക്കുന്ന ഒരു പുതിയൊരു അവിടെ ഒരു സെക്ഷൻസ് ക്രിയേറ്റ്, അതായത് ഈ ആറ്റംസ് ഒക്കെ ഡിഫ്യൂസ് ചെയ്ത് ഇവിടത്തേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നത് ഇൻ ദി റീജിയൻ പാരലൽ ടു ദാറ്റ് പെർട്ടിക്കുലർ സ്ട്രെസ് ആക്സിസ്. ആൻഡ് ദസ് വി ക്യാൻ and thus the mechanism of diffusion of atoms from transverse axis, from transverse direction to the stress axis to the parallel to that stress axis known as diffusion creep. ഡിഫ്യൂസ് ചെയ്ത് ഇതിന് സ്ട്രെസ് ആക്സിന് പാരലായിട്ട് പോയി നിൽക്കുന്നത്, സ്ട്രെസ് ആക്സ് എവിടെയാണോ ആ സ്ഥലത്ത് തന്നെ പോയി നിൽക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ആറ്റംസ് സ്ട്രെസ്സിന്റെ ആക്ടിവിറ്റീസ് കൊണ്ട് അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ എഫക്റ്റ് കൊണ്ട് അവിടുന്ന് മൂവ് ചെയ്ത് അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്ത് മറ്റുള്ള പൊസിഷനിലേക്ക് റീഅറേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വി ക്യാൻ സേ ഇറ്റ് ആസ് ഡിഫ്യൂഷൻ ക്രീപ്പ്. So last one is grain boundary sliding mechanism of creep. Last type of mechanism is grain boundary sliding. So these two, diffusion and grain boundary sliding, are those which are not affected or which are not due to that ഡിസ്ലൊക്കേഷൻ ഉള്ളതും ഇല്ലാത്തതുമായിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടായത്. അപ്പോൾ ഫസ്റ്റ് രണ്ടെണ്ണം പറഞ്ഞത് ഡിഫ്യൂഷൻ ക്ലാസിഫിക്കേഷൻ, ഇതുള്ളത് വിത്തൗട്ട് ഡിസ്ലൊക്കേഷൻസ് ഇല്ലാതെ മൂവ് ചെയ്യുന്നത്. സോ ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിംഗ് മീൻസ് ഗ്രെയിൻ ബൗണ്ടറി ഇറ്റ്സെൽഫ് സ്ലൈഡ് ഫ്രം വൺ പൊസിഷൻ ടു another due to the effect of this stress. So when a material is heated, the grain boundaries lose their strength. And നമ്മൾ ക്രീപ്പ് പറയുമ്പോൾ ടൈം ഡിപ്പെൻഡൻറ്റും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റും ആണ്. ഇപ്പോൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യും, when temperature is applied to it, when a temperature is heated, the strength of grain boundaries will decrease or it loses the strength. So the grain boundaries are weaker than the grain interior at the high temperature. When the high temperature is increased, the strength of the grain boundary will reduces and it will move from one position to another due to the action of that temperature and stress.
it causes the sliding of the grain boundary from one portion to another portion that we can see in the figure. Initially, it is the grain boundary. ഇവിടെ ഒരു ഗ്രെയിൻ ഉണ്ടാവും, ഇവിടെ ഗ്രെയിനും ഇവിടെയും ഗ്രെയിനും. അപ്പോൾ ഗ്രെയിൻ ബൗണ്ടറി ആണ് ഈ നീല കളറിൽ കാണിച്ചിട്ട് ഗ്രെയിൻ ബൗണ്ടറി 1 2 3 ഡേസ് ബൗണ്ടറി. സോ ഒരു ടെമ്പറേച്ചറിന് എഫക്റ്റ് കൊണ്ട് ഇന്ന് സംഭവിക്കുന്നു. ഇവിടെ ഹൈ ടെമ്പറേച്ചർ കൊണ്ട് ഇതിനകത്തുള്ള ആറ്റംസിന്റെ മൂവ്മെന്റ്സും സ്ട്രെസ്സിന്റെ എഫക്റ്റും കൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിന്റെ ഈ ഒരു ലിങ്ക് നോക്കി, ഈ താഴോട്ടേക്ക് വന്ന ലിങ്ക്, it is moving from that particular portion to another portions. So due to action of the high temperature and due to the stress that we are applying. So grain boundary മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത് ഇന്റേണൽ ആയിട്ടുള്ള മാറ്റങ്ങളാണ്. ഈ ഡിഫ്യൂഷൻ സംഭവിക്കുമ്പോഴും ആറ്റംസ് മൂവ് ചെയ്ത് വൺ പോർഷൻ ഉണ്ടാവുന്നത് ഈ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് ആണ് കുറയുന്നത്. സോ അതേപോലെ തന്നെ ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡ് ചെയ്താലും സംഭവിക്കുന്നത് ഇതിനകത്തുള്ള മൈക്രോസ്ട്രക്ചർ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്തതിന്റെ സ്ട്രെങ്ത് ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. റൈറ്റ്. സോ these all properties are the mechanisms that are happening inside the material or inside the microstructure of the particular that metal, which happens to the creep formations ആണ് സംഭവിക്കുന്നത്. റൈറ്റ്. So first one was our dislocation cross slip, then dislocation climb, and next one was diffusion due to the particular stress. It transverse action and parallel action like one, then grain boundary sliding. So these are the type of mechanism just studied under creep. Okay. So that is all about this session, and we can discuss more about creep and creep test in our next section. ക്ലാസ് കേട്ടായിരുന്നു? ഇല്ലല്ലോ.